നമസ്കാരമുണ്ട്, ഫിലിപ്പമ്പാടാണേ. അപ്പം ഞാൻ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴൊക്കെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്നവരുടെയൊക്കെ ഫ്ലെക്സുകളെല്ലാം നിരന്നിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പലരും ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷം എല്ലാം നിലനിൽക്കുന്ന സ്വതന്ത്രമെല്ലാം നിലനിൽക്കുന്ന വ്യത്യസ്തമായ ആളുകൾ മനോഹരമായ അവരുടെ മുഖങ്ങളെല്ലാം നമ്മളിങ്ങനെ ദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോളിംഗ് ബൂത്തിലൊക്കെ പോവും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇന്ന പാർട്ടിയുടെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ന പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ ബാല്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മളേക്ക് മനസ്സകത്ത് കിടക്കുന്ന ചില രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെയൊക്കെ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ട് പലപ്പോഴും, അല്ലേ? എന്നാൽ എൻ്റെ ചെറിയ റിക്വസ്റ്റാണ്, നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ പ്രതിപക്ഷം എന്തോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ എന്നോട് എനിക്ക് ചെറിയ അഭിപ്രായം പറയുള്ളത്, സത്യസന്ധരായ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ള നല്ല വ്യക്തികൾ ആരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ വോട്ട് രേഖപ്പെടുത്തണമെന്നുകൂടെ എൻ്റെ ചെറിയ അഭ്യർത്ഥനയാണ്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇടതുപക്ഷമായാലും ശരി ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പുറത്തും പ്രതിപക്ഷത്തും അതേപോലെ നമ്മളെ BJPയിലും എല്ലാവരും ഒരുപാട് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും വിരോധങ്ങളൊന്നുമില്ല. ഓരോ പാർട്ടിയിലെ നല്ല നല്ല നേതാക്കന്മാരെ അവരുടെ പ്രവർത്തനത്തെയൊക്കെ വല്ലാതെ സന്തോഷം നോക്കിക്കാണുന്ന വ്യക്തിയാണ്, ലാളിത്യം കൊണ്ട് എളിമ കൊണ്ടൊക്കെ. അപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മൾ ഉമ്മൻചാണ്ടി സാറ് എത്രയോ വിനയുള്ളൊരു മനുഷ്യനെ നോക്കിക്കല്ലേ, വിനയുള്ള മനുഷ്യന്. അതായത് പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അശരണരുടെ വിളികളെ മുഖ്യമന്ത്രി സമ്പർക്ക പരിപാടിക്ക് സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ ആ രോധനത്തിനെ ആരോ ചോദിച്ചിട്ട് അങ്ങനെ വാ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അവരപ്പം തന്നെ പിയോട് പറഞ്ഞ് അത് വാങ്ങി തൊട്ടടുത്തുള്ള കൂരാച്ചുണ്ടിലേക്ക് വില്ലേജ് ഓഫീസറൊക്കെ വിളിക്കുന്നുണ്ട്. കൂരാച്ചുണ്ട് വില്ലേജ് ഓഫീസർ ചെയ്തു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ച് അപ്പം തന്നെ ചെയ്തു കൊടുക്കുന്ന ആ ലാളിത്യമൊക്കെ എത്ര രസകരമാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ സാറ്, അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനം, അദ്ദേഹത്തിലേക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ ഏഷ്യാനെറ്റിനകത്ത് ഷോയും റേഡിയോ ഷോയും ഫോണിൻ പരിപാടിയൊക്കെ ഇന്നും പൊതുസമൂഹത്തിലൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പല ആവർത്തി കേൾക്കാറുണ്ട്. നയനാർ സാറുടെ വാക്കുകളൊക്കെ ആരാത് എന്നാലും പേര് എടോ അവിടെ കുട്ടപ്പനല്ലോടോ അവിടെ ഉള്ളത്, ആർക്കറിയില്ലേ? തക്കോട്ട് പോയിട്ട് ആർക്കറിയാടോ? ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യം പറയും, ശരിയാക്കാം കേട്ടോ. ഇങ്ങനെ അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് അവരെ കേട്ട് ആ നാട്ടിൽ ഇന്ന ആളുണ്ടെന്ന് പറഞ്ഞ് അവരെ അറിയുകയും ചോദിച്ചിട്ട് നീ പഠിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഫോണിൻ പരിപാടിയിൽ ഹൃദയത്തിൽ സംസാരിക്കുന്ന നയനാരെ എത്രയോ മഹത് വ്യക്തികൾ, അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരുപാട് നേതാക്കന്മാർ. ഇപ്പം പാണക്കാട് തങ്ങൾ ശിഹാബ് മരണപ്പെട്ടു പോയ ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തൊക്കെ എത്രയാണ് ആ മനുഷ്യൻ്റെയൊക്കെ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലേ? ലാളിത്യം കൊണ്ട്. അതുപോലെ പെരിന്തൽമണ്ണയിൽ ആ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ കത്തിയപ്പം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരു അമ്പലത്തിൻ്റെ ഓട് പോലെ ഇളകരുതെന്ന് പറഞ്ഞ ഒരു മതസ്നേഹിയെ ഒക്കെ നമ്മൾ എങ്ങനെ മറന്നു പോകുക? ലാളിത്യം കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി കുടിയിരിക്കുന്ന ചില മനുഷ്യർ, ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല വ്യക്തിത്വവും സ്നേഹവും കേൾക്കാൻ ഉള്ള നല്ല ആളുകളെയൊക്കെ നിങ്ങൾ ഈ ഇലക്ഷനിൽ ജയിപ്പിക്കണമെന്നേ. നമുക്ക് പാർട്ടി ഇങ്ങനെ വേണമെന്നോ അതൊന്നും വേണ്ട. സ്നേഹം ഉണ്ടായോ ഈ മനുഷ്യനെന്നേ. ഈ സ്നേഹമുള്ളവർക്കൊന്നും കുതികാല് വെട്ടണമെന്നോ എതിര് പറയാനോ മറ്റു പാർട്ടിക്കാരൻ മോശക്കാരനാണ് ഇവന്നല്ല, എല്ലാവരും നല്ലവരാണ്, അല്ലേ? ആദർശം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ലോകം കീഴടക്കുന്ന മനുഷ്യനെയാണ് മനുഷ്യന്മാർക്ക് ആവശ്യം. അങ്ങനെയുള്ള മനുഷ്യന്മാരാവട്ടെ ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറി വന്ന് നമ്മൾ നയിക്കേണ്ടത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഫിലിപ്പമ്പാടിൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പെ നേരിടാം സത്യസന്ധമായി, നിഷ്പക്ഷ നിലപാടുമായി. ഈ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ, ഫിലിപ്പമ്പാട്. താങ്ക് യു.